വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ്. നല്ല ഹോം മെയ്ഡ് ഷവർമയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഷവർമ ഉണ്ടാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മളിതിനകത്ത് കുബൂസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട് കുബൂസിനായിട്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഈസ്റ്റാണ്. അത് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചെറു ചൂടുവെള്ളത്തിൽ, അതായത് തീരെ ചെറു ചൂടുവെള്ളത്തിൽ ആദ്യം 10 മിനിറ്റ് ഒന്ന് കലക്കി വെക്കണം. എന്നിട്ട് ആ കൂട്ടും കൂടെ നമുക്ക് ഈ മൈദ മാവിലോട്ട് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊക്കെ ഒന്ന് മിക്സ് ആയതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കൊരു കിച്ചൺ ടോപ്പിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ച് നല്ല മയമാക്കിയെടുക്കണം ഈ മാവ്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചിട്ട് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് ഒന്ന് എണ്ണ തടവിയിട്ട് നമുക്ക് ഏകദേശം 1 മണിക്കൂർ ഒന്ന് വെക്കാം. നോർമൽ ഈസ്റ്റാണ് ചേർക്കുന്നെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഡബിൾ സൈസ് ആകും. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഡോ കണ്ടല്ലോ, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുബൂസിന് വേണ്ടി ഒരു ചെറിയ ബോളുകളാക്കി എടുക്കണം. ചപ്പാത്തി പരുവത്തിലല്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയൊരു ബോളാണ് നമ്മൾ കുബൂസിന് വേണ്ടി എടുക്കുന്നത്. കുറച്ച് കട്ടിയായിട്ടാണ് നമ്മൾ അതിന് വേണ്ടി പരത്തുന്നത്. ഇതിന് നമുക്ക് ഓരോ ബോളുകളാക്കി മാറ്റാം. 1 2 3 4 5 6 8 ബോൾ നമുക്ക് കിട്ടുന്നുണ്ട്. 1/2 കിലോ മാവാണിത്. 2 കപ്പ് മൈദയ്ക്ക് 8 കുബൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള ബോളുകളാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നാക്കിയെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾ കിട്ടും. അങ്ങനെ നമ്മുടെ കുബൂസിനുള്ള ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഡബിൾ സൈസ് ആകും ഈ ബോളുകളെല്ലാം. കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ചെറുതായിട്ട് പൊടി തടവിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. പക്ഷേ അത്രയും കനം കുറവല്ല, ഇച്ചിരി കട്ടിയായിട്ട് വേണം. എന്നാൽ ഒരുപാട് കട്ടിയുമല്ല, എന്നാൽ തീരെ കുറവുമല്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നമ്മളിങ്ങനെ പരത്തിയെടുക്കാം ആദ്യം. അതുകൊണ്ട് ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനായിട്ട്. അതേപോലെ നമുക്ക് ബാക്കി എല്ലാ ബോൾസും അതേപോലെ പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ബോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലോ, അതേപോലെ തന്നെ ഈ പരത്തിയ മാവും ഈ അതേപോലെ ഒരു 15 മിനിറ്റ് തുണി കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പം നല്ല ബോൾ പോലെ ആയി കിട്ടും. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കുബൂസ് കിട്ടും. അപ്പം വേണ്ട, ഞാൻ ഇതേപോലെ റെസ്റ്റ് ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവെല്ലാം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ കുബൂസ് വെച്ച് ഇട്ട് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 30 സെക്കൻഡ് വീതം 2 സൈഡും ഒന്ന് വേവിക്കുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സ്പാറ്റിലയോ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ചപ്പാത്തി മാവ് ഇത് പൊങ്ങി ഇങ്ങനെ ഇതേപോലെ വരും. കണ്ടല്ലോ, അപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് പെർഫെക്റ്റ് ആണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതേപോലായി വരുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കി കുബൂസ് എല്ലാം ചുട്ടെടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കുന്ന കുബൂസ് എല്ലാം നമ്മളൊരു പാത്രത്തിൽ ഒരു തുണി വെച്ച് കവർ ചെയ്ത് വെച്ചോണം, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും. അങ്ങനെ നമ്മൾ കുബൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഫ്ലഷ് മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി വെച്ചേക്കുവാണ്, ജലാംശം ഒട്ടുമില്ലാതെ വെച്ചേക്കുവാണ്. അതിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ്, അതും ഒരു 1/2 ടേബിൾ സ്പൂണോളം. പിന്നെ വേണ്ടത് തന്തൂരി മസാലയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൻ്റെ ലിങ്ക്. അതൊരു
ടീസ്പൂണോളം, പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂണോളം, ഒരു നാരങ്ങയുടെ നീര്, അരമുറി നാരങ്ങയുടെ നീരിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിതിനകത്ത് സോസോ കാര്യങ്ങളോ ഒക്കെ ചേർക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ഇനി നമുക്ക് ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിക്കൻ ഒരുപാട് അങ്ങ് ഹാർഡായിപ്പോവും. ഒരുപാട് ഫ്രൈ ആകല്ല, എന്നാൽ വേകാതെ ഇരിക്കല്ലോ ചിക്കൻ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ബാക്കി വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിലുള്ള വെജിറ്റബിൾസ് മതിയെന്ന്. ഇപ്പം ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളിയുടെ സീഡ് എടുത്തിട്ടില്ല, പിന്നെ ക്യാബേജ്, ഒരു സവോള അരിഞ്ഞത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ചോപ്പ് ചെയ്യാം. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് വലുതായിട്ട് അരിയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ആവശ്യത്തിന് മയണൈസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ മയണൈസിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇച്ചിരി പുളി മുന്നിൽ നിൽക്കേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തേച്ചാൽ മതി. പക്ഷേ ഈ മയോണൈസ് ചേർക്കുമ്പോഴത്തേക്കിന് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ കുബൂസ് ഇതേപോലെ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഷവർമ ചെയ്യാം. ഇതേപോലെ കുബൂസ് നടുക്കൂടെ ഇങ്ങനെ ഒരു ലെയർ പോലെ ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർക്കാം. പിന്നെ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷവർമയുടെ കൂട്ട് നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് ഷവർമയുടെ കൂട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഒന്ന് അകത്തോട്ടാക്കിയിട്ട് കണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. കണ്ടല്ലോ, എന്നിട്ട് നമ്മൾ മറ്റേ ഷവർമയുടെ പേപ്പർ അത് വാങ്ങിക്കാൻ കിട്ടും വെളിയിലൊക്കെ, അത് വെച്ചിങ്ങനെ റോൾ ചെയ്യുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി അടുത്ത ഷവർമ ഉണ്ടാക്കുന്നത് നമ്മൾ നോർമലായിട്ട് ഒരു കുബൂസ് എടുക്കുക. നമ്മൾ ഇതേപോലെ ആവശ്യത്തിന് മയണൈസ് സ്പ്രെഡ് ചെയ്യുക. ചിലർക്ക് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, അപ്പം നമ്മൾ അല്ലാതെയും ടൊമാറ്റോ സോസ് ചേർക്കാതെയും നമുക്കെടുക്കാം. ആവശ്യത്തിന് ഷവർമയുടെ കൂട്ട് ഫില്ല് ചെയ്യുക. പിന്നെ പഴയ പോലെ തന്നെ ഇത് റോൾ ചെയ്തെടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് ഇഷ്ടം പോലെ മയോണൈസൊക്കെ ആവശ്യമായിട്ട് എടുക്കുകയാണ്. പക്ഷേ ഇതെന്നും കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. അങ്ങനെ നമ്മൾ ഇതേപോലെ ബാക്കി എല്ലാ ഷവർമയും ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ കുബൂസ് ഉണ്ടാക്കുന്ന ഒരു പാടേ ഉള്ളൂ, ഇച്ചിരി ഒന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഷവർമ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചിക്കന് പകരം ഈവൻ ബീഫോ മട്ടനോ ഒക്കെ ഇതേപോലെ സെയിം തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലത്തെ അടിപൊളി റെസിപ്പികളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.